തൃശൂരിൽ മേളാവേശം കൊട്ടിക്കയറുകയാണ്. പൂരത്തിന്റെ പ്രധാന ആകർഷണമായി തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചിട്ടുണ്ട്. കോങ്ങാട് മധുവിന്റെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ മഠത്തിൽ വരവ് നടക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, മൂന്നാനയുമായുള്ള പഞ്ചവാദ്യം, അതാണ് പ്രധാനമായും ഈ ചടങ്ങ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മറ്റ് ചടങ്ങുകൾ നടക്കാനിരിക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിനൊക്കെയായുള്ള കാത്തിരിപ്പ് അതുമെല്ലാമുണ്ട്. തീർച്ചയായിട്ടും അനുജ, മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഒരുപക്ഷെ ഈ പൂരാവേശ ദിനത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു രണ്ടാമത്തെ ഇവന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് മഠത്തിൽ വരവ് പഞ്ചവാദ്യമായിരിക്കും. അത് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. നടുവിൽ മഠത്തിലെത്തിയ ശേഷം ഇറക്കി വെച്ച് പൂജയൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചിരിക്കുന്നു. ഇതിനോടകം തന്നെ ഒരുപാടധികം ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കൊടും ചൂടിലും അതിനൊന്നും വകവയ്ക്കാതെ, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇത്രയും എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല തിരക്കാണ്. 3 ആനകളുടെ അകമ്പടിയാണ് ഇപ്പോൾ. പിന്നീട് അത് 7 ആയി മാറും. പിന്നീട് അത് വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി 15 ആനകളുടെ അകമ്പടിയിലേക്ക് മാറും. ആ തരത്തിലാണ് ഈ മഠത്തിൽ വരവ് വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു സാഹചര്യം അങ്ങനെയായി മാറും. എന്തായാലും വലിയ ആവേശം, പൂരാവേശം കാര്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇത്തവണ ഒരുപാട് പരിമിതികൾക്കുള്ളിലെ, വിഷമങ്ങൾക്കുള്ളിലെ ഒരു പൂരമാണ്. എന്നിരിക്കെ പോലും അതിൻ്റെ ഒരു പൊലിവ് കുറവ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി വന്ന് പൂരം കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ മഠത്തിൽ വരവ് ഏതാണ്ട് 2 മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിംഫണി എന്ന് വിലയിരുത്തപ്പെടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കും. അത് ഏതാണ്ട് ആ സമയത്തിന് വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ആളുകൾ. പിന്നീട് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, കുടമാറ്റമാണ്. കുടമാറ്റം 5 മണിക്കാണ്. കുടമാറ്റം ഇത്തവണ വളരെ പരിമിതമായ രീതിയിൽ 15 മിനിറ്റ് മാത്രമേ നീണ്ടു നിൽക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇരു വിഭാഗത്തിൻ്റെയും 10 സെറ്റ് കുടകൾ മാത്രമാണ്. സാധാരണ 55ഓളം സെറ്റ് കുടകൾ പ്രദർശിപ്പിക്കാറുണ്ടെങ്കിൽ, ഉയർത്താറുണ്ടെങ്കിൽ ഇത്തവണ അത് കേവലം 10 സെറ്റുകൾ മാത്രമാണ് ഉണ്ടാകുക. 15 മിനിറ്റ് നേരം മാത്രമാണ് നീണ്ടു നിൽക്കുക. അങ്ങനെ ഒരു വിഷമമുണ്ട്. വെടിക്കെട്ട് പൂർണ്ണമായി ഉണ്ടാകില്ല, ഒരു കതിന മാത്രമാണ് ഉണ്ടാവുക. ആചാരപരമായി അനുവദിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനുശാസിക്കപ്പെടുന്ന ഒരു കതിര മാത്രമാണ് ഉണ്ടാവുക. എന്തായാലും പൂരപ്രേമികൾ ഈ ദിവസം അവർക്ക് വെടിക്കെട്ടില്ല എന്നുള്ള പരിമിതി ഉണ്ട്. എന്നിരിക്കെ പോലും അതൊന്നും വകവയ്ക്കാതെ വളരെ ആവേശത്തിൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ പ്രാമാണികത്വത്തിൽ വളരെ ആവേശപൂർവ്വം മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് പാണ്ഡിമേളമായി മാറും. ഈ വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്ഷമയോട് കൂടിയിട്ടുള്ള, ഇതിന് മുകളിലൊക്കെ, ഈ കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്, ഈ കൊടും ചൂടത്ത് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചേട്ടൻ എവിടുന്നാ വരുന്നത്? ഇവിടെ തൃശ്ശൂർ തന്നെ. ഈ നമ്മുടെ ഈ പൂര ഇവന്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇവന്റ് എന്താ? ഇപ്പോ മഠത്തിൽ വരവാണോ, ഇലഞ്ഞിത്തറ മേളാണോ, എന്താണ് ഏറ്റവും ഇഷ്ടം? ഇതിൽ ഏതാ മെച്ചം എന്നുള്ളത് പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. ഏറ്റവും കൂടുതൽ കുടമാറ്റാണ്. തവണ കുറച്ചുകൂടെ ഉള്ളൂ, കുറച്ച് കുടകളേ ഉള്ളൂ. അത് വലിയൊരു ഇതാണ്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ചൂടെന്താ സ്ഥിതി? കൊല്ലത്തുനിന്ന് വന്നതാണ്, അടിപൊളി. ഇത് കാണാനായിട്ട് ഇവിടെ എത്തിയത്. ഞങ്ങൾ ആദ്യമായിട്ട് വന്നത്. പക്ഷേ പറയുന്നെങ്കിലും ഇത്ര ഗംഭീരമാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നത് എന്ത് കാണണം, എവിടെ കാണണം. നമ്മൾ ആനപ്രേമിയും കൂടാണ്. പക്ഷേ അത് നമുക്ക് എന്ത് പറയാൻ പറ്റാത്ത ആനകളെയൊന്നും കുറച്ചിട്ടില്ല, അതൊരു ആശ്വാസം. മാത്രമല്ല, എൻ്റെ നാട്ടിൽ നിന്നാണ് ശിവരാജു നമ്മൾ വന്നിരിക്കുന്നത്. തൃക്കടവൂർ ക്ഷേത്രത്തിൽ നിന്ന്, എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നാണ്. ഫാൻ ഫ്രം കൊല്ലം. ചേട്ടൻ എവിടുന്നാ? ഞാൻ പാലക്കാട്. നെന്മാറ വേല, കാവശ്ശേരി വേല, അതൊക്കെ വെച്ച് നോക്കുമ്പോ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആൾക്കാരാ. പക്ഷെ പൂരം വേറെയാണ്. പൂരം തന്നെയാണ്. പൂരം പൊരിക്കും. കണ്ണൂർ ഇരുട്ടി. പൂരം അടിപൊളി. ഞാൻ വർഷങ്ങളായിട്ട് വരുന്നു, 5-6 വർഷമായിട്ട് മുടങ്ങാതെ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട ഒരു ഇവന്റ് ഉണ്ടാവില്ല? അതെന്താ? അത് തെയ്യല്ലേ? അവിടെ തെയ്യം, ഇവിടെ പൂരം. അതിലെന്താണ് പൂരത്തിൽ തന്നെ എന്താണ് ഏറ്റവും കാണാൻ? എല്ലാം താല്പര്യം. എല്ലാത്തിനും ഭയങ്കര. കുടമാറ്റാണ് ഏറ്റവും കൂടുതൽ. ചേട്ടൻ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി. മഠത്തിൽ വരവ്, അത് കഴിഞ്ഞാൽ ഇലഞ്ഞിത്തറ മേളം, അത് മാത്രമാണ് നമ്മുടെ ഇത്. വെടിക്കെട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതെ, അങ്ങോട്ട് കയറി നിൽക്കും. ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുക, അതിൻ്റെ ഉള്ളിൽ കയറുക. അതാണ് വേണ്ടത്. അപ്പൊ ഇതാ വലിയ ആവേശം തന്നെയാണ് നമുക്ക് എല്ലാവരുടെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അവർക്ക് ഇപ്പൊ ഈ നേരിയ തോതിലാണ്, ചെറിയ തോതിലാണ് പൂരം നടക്കുന്നത് എന്നുള്ളതൊന്നും ഒരു പരിമിതിയായിട്ട് അവർ കാണുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനൊന്നും ഗൗനിക്കാതെ വളരെ ആവേശപൂർവ്വം ഈ പൂരം കൊണ്ടാടുന്ന കുറച്ച് യുവാക്കളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എവിടുന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ. അത് ഇലഞ്ഞിത്തറ മേളം.
ഉള്ളിൽ പോയിട്ട് കാണും? കാണാറുണ്ട്, എല്ലാ വർഷം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഓരോ വർഷം ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മടുക്കാതിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു ലഹരിയാണത്. മേളം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എവിടെ ഉണ്ടെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കും. എത്തിപ്പെടാൻ ശ്രമിക്കും. ടെലിവിഷനിലൊന്നും കണ്ടാ ഇല്ല. അടുത്താണ്, അപ്പൊ ഞങ്ങൾ വരാതിരിക്കാൻ പറ്റുമോ? അതെ, ഇപ്പോൾ ഞങ്ങൾ ഒരു 6:30 വന്നതാണ്. ഞങ്ങൾ കണിമണി ശാസ്താവ് ഇറങ്ങിയ വർഷം വന്ന് കണ്ടു, ആ മേളം കണ്ടു കഴിഞ്ഞാൽ രാമനെയും കണ്ടു, എല്ലാം ആഘോഷത്തിന് പോളൂ. ഇനി കുടമാറ്റം കഴിഞ്ഞു, ഇനി ഒരു വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട്, ആ വെടിക്കെട്ടില്ല. അതാണ് ഒരു വിഷമമുള്ളൂ. അതിലൊരു വിഷമമുണ്ട്. ഇപ്പോൾ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനയാണ്. അവരെല്ലാ വർഷവും വരുന്നത് ഈ കുടമാറ്റം വെടിക്കെട്ടൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുണ്ട് ചേട്ടാ, നല്ല ചൂടാണോ? അത്രയധികം ചൂടൊന്നുമില്ല, കാരണം ഞങ്ങൾ തൃശ്ശൂർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.